ഇന്നലെ ചൊവ്വാഴ്ച അന്നത്തെ ദിവസത്തെ ഒരു മിനി വ്ലോഗാണ്. ഞാനും ഹസ്ബൻഡും 3:30 മണിക്ക് എണീറ്റ് കുളിച്ച് വിളക്കൊക്കെ തെളിയിച്ചു. ഇന്നലെ ബ്രഹ്മമുഹൂർത്തത്തിൽ തന്നെയായിരുന്നു അഭിജിത്ത് നക്ഷത്രവും ഉണ്ടായിരുന്നത്. അപ്പോൾ അഭിജിത്ത് നക്ഷത്രം 24 മിനിറ്റാണ്. ഏകദേശം എല്ലാവർക്കും ഇതിനെപ്പറ്റി അറിയായിരിക്കും. അപ്പോൾ കൃഷ്ണൻ്റെയോ ഗുരുവായൂരപ്പൻ്റെയോ ഫോട്ടോയുടെ മുമ്പിൽ ഇതുപോലെ 2 വിളക്ക് തെളിയിച്ച്, നെയ്വിളക്ക് വേണം തെളിയിക്കാനായിട്ട്, തെളിയിച്ച് 24 മിനിറ്റ് പ്രാർത്ഥിച്ചാൽ നമ്മൾ വിചാരിക്കണ കാര്യം നടക്കുന്നൊക്കെയാണ് പറയണത്. അപ്പോൾ നമ്മൾ വിശ്വാസത്തോടെ ചെയ്യുക, അത്ര തന്നെ. എന്നും ബ്രഹ്മമുഹൂർത്തത്തിൽ ഇതുപോലെ വിളക്ക് തെളിയിക്കണം എന്നാണ് ആഗ്രഹം. പക്ഷേ പലപ്പോഴും പറ്റാറില്ല. 5 മണിക്ക് ശേഷമാണ് വിളക്ക് തെളിയിക്കാറ്. ലീവുള്ള ദിവസമാണെങ്കിൽ കുറച്ച് പതുക്കെ എണീറ്റിട്ടൊക്കെ ചെയ്യാറുള്ളൂ. ബ്രഹ്മമുഹൂർത്ത സമയത്ത് വിളക്ക് തെളിയിച്ച് നമ്മൾ പ്രാർത്ഥിക്കുമ്പോഴുണ്ടല്ലോ, മനസ്സ് ഭയങ്കര ഒരു എന്താ പറയുക, അത്രയും ഒരു സമാധാനവും ഒരു ശാന്തതയൊക്കെ വരും. 5:30 ആവാറായ സമയത്താണ് പിന്നെ നേരെ കിച്ചണിലേക്ക് പോയി മോന് കൊടുത്തയക്കണം 7 മണിയാകുമ്പോഴേക്കും. അപ്പോൾ അതിന് ശേഷം ഒരു ഓട്ടപ്പാച്ചിലായിരുന്നു കേട്ടോ. പിന്നെ വീഡിയോവും ഇല്ല, വ്ളോഗും ഇല്ല, ഒന്നുമില്ല. അപ്പോൾ ഇന്നലത്തെ ലഞ്ച് ഇതാണ്. മോന് വേഗം 7 മണിയാകുമ്പോഴേക്കും റെഡിയാക്കി വെച്ചാലേ അവന് കറക്റ്റ് ടൈമിന് പോകാൻ പറ്റുള്ളൂ. അപ്പോൾ എന്തൊക്കെയാണ് ഇന്നലെ ലഞ്ചിന് ഉണ്ടാക്കിയതെന്ന് കാണാം. അപ്പോൾ ചോറ്, പിന്നെ കൂട്ടാനായിട്ട് പരിപ്പും തക്കാളിയും കൂടെ ഇട്ട് പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു കൂട്ടാനാണ്. പിന്നെ ചെറുപയർ മെഴുക്കുവരട്ടി, പിന്നെ ക്യാബേജ് തോരൻ. പിന്നെ ഇതില്ലാതെ പറ്റില്ല കേട്ടോ, നല്ല കട്ട തൈര് എന്നും വേണം ഇത്. പിന്നെ നാരങ്ങാച്ചാറ്. സാധാരണ ഒരു കൂട്ടാൻ അല്ലെങ്കിൽ മെഴുക്കുവരട്ടിയോ തോരനോ ഏതെങ്കിലും ഒന്നേ ഉണ്ടാവുള്ളൂ. ഇന്നലെ പിന്നെ 2ഉം വെച്ചു. പിന്നെ ഇന്നലത്തെ ഇഡ്ഡലി ഉണ്ടായിരുന്നു. അപ്പോൾ ഞാനും മോനും ഇത് തന്നെയാണ് എടുത്തത് കേട്ടോ. പിന്നെ സാവകാശം അവർക്ക് അച്ഛനും മോൾക്കും ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു. പിന്നെ ചമ്മന്തി മാത്രം ഇന്ന് രാവിലെ ഉണ്ടാക്കി. തക്കാളിയും സവാളയൊക്കെ ഇട്ട് വെച്ച ചമ്മന്തിയാണ്. അപ്പോൾ ഇതായിരുന്നു ഇന്നലത്തെ മിനി വ്ലോഗ്. എല്ലാവർക്കും ഇഷ്ടമായി കാണുമെന്ന് വിചാരിക്കുന്നു. താങ്ക് യു.